വിൽഫുള്ളി സിൻ ചെയ്താൽ, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ എന്താ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് വാട്ട് വിൽ ബി വി ഫേസിങ്? 26 മുതൽ 29. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. താങ്ക് യു ബ്രദർ. അപ്പൊ നമുക്ക് വേർഡ്സ് 28 ഉണ്ട് ഇതിന്റെ ഇടയിൽ. അതിൽ മോശയെ പറ്റി, മോശയുടെ അന്നത്തെ ടൈമിലുള്ള ലോയിൽ അവര് ഡിസോബേ ചെയ്തത് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അത് അതിൻ്റെ കൂടുതൽ എഫക്റ്റ് നമുക്ക് ഇന്ന് കൂടുതൽ ധ്യാനിക്കുന്നത് 29-ാമത്തെ അധ്യായത്തിലാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഹൗ മച്ച് സോബർ പണിഷ്മെന്റ് സപ്പോസ് എ ഷാൽ ഹി ബി തോട്ട് വർത്തി who had trodden underfoot the Son of God and had counted the blood of the covenant wherewith he was sanctified an unholy thing, and had done despite unto the Spirit of grace. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സൺ ഓഫ് ഗോഡിനെ, ദൈവപുത്രനെ എന്ത് ചെയ്തു? trodden under the foot, ചവിട്ടിക്കളയുക. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, had counted the blood of the covenant an unholy thing wherewith he was sanctified an unholy thing. രക്തം, നിയമത്തിന്റെ രക്തം അല്ലെങ്കിൽ നിയമരക്തം അത് ഒരു മണിലം ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ അൺഹോളി തിങ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് രണ്ടാമത്തെ. മൂന്നാമത്തെ പോയിന്റ് അവിടെ പറയുന്നത് ഡിസ്പൈസിങ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ഈ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങള് നമ്മളുടെ രക്ഷയുടെ ബന്ധത്തിൽ ഇതിന്റെ 3 കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ഇന്ന് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വമായിട്ട് പാപം ചെയ്താല് ഈ 3 കാര്യങ്ങള് നമ്മൾ ചെയ്യുന്നുണ്ട്. ദൈവപുത്രനെ ചവിട്ടി കളയുക, പിന്നെ ബ്ലഡ് ഓഫ് ദ കവനന്റ്, ഉടമ്പടിന്ന് ആ കറക്റ്റ് വേർഡ് വരും, നിയമരക്തം. ആ രക്തം പർച്ചേസ് ചെയ്ത രക്തം ഏറ്റവും വൃത്തിയായിട്ട് അല്ലെങ്കിൽ അത് അൺഹോളി തിങ് ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ സ്പിരിറ്റ് ഓഫ് ഗ്രേസിനെ അത് ഡിസ്പൈസ് ചെയ്യുക, മാറ്റി നിർത്തുക, നിന്ദിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. trodden underfoot the Son of God. ഈ ദൈവപുത്രനെ നമ്മളെ കാലുകൊണ്ട് എങ്ങനെയാ ചവിട്ടി ഇരിക്കുന്നത് അല്ലെങ്കിൽ ചവിട്ടി മാറ്റുക? എന്തിനാ കർത്താവായ യേശുക്രിസ്തു വന്നത്? ഈ ലോകത്തിൽ എന്തിനാ കർത്താവായ യേശുക്രിസ്തു വന്നത്? കർത്താവായ യേശുക്രിസ്തു വന്നത് നമുക്കറിയാലോ, പാപത്തിന് വേണ്ടിയാ. നമ്മളെ മനുഷ്യന്മാരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ കർത്താവായ യേശുക്രിസ്തു വന്നത്. കർത്താവായ യേശുക്രിസ്തു ചെറിയൊരു കാര്യമാണ് ചെയ്തത് അല്ല. കർത്താവായ യേശുക്രിസ്തു he is the highlight of everything. ദൈവം പിതാവ് ഒരുക്കി വച്ച ഒരു ശരീരം, പിതാവ് ഒരുക്കി വച്ച പുത്രൻ, ആ പുത്രൻ പിതാവിന്റെ കൂടെ ആയിരുന്നു. ആ
പുത്രൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, ഉയർത്തെണ്ണിച്ചു, ഇപ്പം പിതാവിന്റെ വലതുഭാഗത്ത്. എന്തിനാ? നമ്മളെ രക്ഷിക്കാൻ അല്ലേ? നമ്മൾ ഇതെല്ലാം വിശ്വസിക്കുന്ന നമ്മളെ എവിടെ നിന്ന് രക്ഷിക്കാനാ? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. എന്തിനാ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? നമുക്ക് നിത്യജീവൻ തരാൻ, ഒരു എവർലാസ്റ്റിംഗ് ലൈഫ്, ഒരു ലൈഫ് തരാൻ വേണ്ടിയാ കർത്താവ് അത് ചെയ്തത്. ഇനി ഈ പുത്രനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ദൈവപുത്രനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഈ ലേഖനത്തില് ആദ്യം മുതൽ അവസാനം വരെ പുത്രനെയാ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് കൺവേർജ് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു പോയിന്റ്, അവൻ കർത്താവിനെ കാലുകൊണ്ട് ചവിട്ടി കളയുന്ന ആ സിറ്റുവേഷൻ, അവിടെയാ നമ്മൾ കൺവേർജ് ചെയ്ത് ഇപ്പം എത്തുന്നത്. പക്ഷെ ഇത് പുത്രൻ ആദ്യത്തെ ചാപ്റ്റർ പോലെ പുത്രന്റെ മഹത്വത്തിനെ പറ്റിയ ഈ ഒരു നമ്മളുടെ ഈ ലേഖനക്കാരന് പൗലോസ് പറയുന്നത്. ആദ്യം നോക്കാം, ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഒരു സോ വി ക്യാൻ ഗെറ്റ് എ ബ്രീഫ് ലുക്ക് അറ്റ് ദ ബുക്ക് ഓഫ് ലെറ്റർ ഓഫ് ടു ദി ഹീബ്രൂസ്. അത് ജസ്റ്റ് കുറച്ച് വേർഡ്സ് നമുക്ക് വായിക്കാം. ഈ പുത്രന്റെ മഹത്വവും പുത്രനെ പറ്റിയും ഈ മഹാപുരോഹിതനും പറ്റിയും നമുക്ക് കുറച്ച് വേർഡ്സ് നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് വായിക്കാം. ചാപ്റ്റർ 1 വേർഡ്സ് 2 and 3. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനെ സകലവും അവകാശിയായിട്ട് വച്ചു. ആ പുത്രന്റെ മഹത്വമായി ഈ 2 വാക്യത്തിൽ കാണുന്നത്. എല്ലാ പാപവും മാറ്റിയിട്ട്, ഇംഗ്ലീഷിൽ അത് പറയുന്നത് റൈറ്റ് ഹാൻഡ് ഓഫ് ദ മാജസ്റ്റി ഓൺ ഹൈ. ദൈവത്തിന്റെ ആ റൈറ്റ് ഹാൻഡിൽ അവിടെ ഇരുത്തി. അത്രയും വലിയ സ്ഥാനം പുത്രന് കൊടുത്തു. നെക്സ്റ്റ്, അടുത്തത് അതിലെ 4ാമത്തെ വാക്യം. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ദൈവദൂതനേക്കാൾ ശ്രേഷ്ഠനായി നിർത്തുക. അത്രയും ഒരു പദവിയിലോട്ട് പിതാവ് പുത്രനെ കൊണ്ട് എത്തിക്കുക. അടുത്ത ചാപ്റ്റർ 4 വേഴ്സ് 14, സോറി ചാപ്റ്റർ 3 വേഴ്സ് 3. മോശേബ്. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. മോശയെക്കാളും ഈ ലോകത്തിൽ ഒരു മോശ എത്ര ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, അതേക്കാളും എത്രയോ പടി ഫെയ്ത്ത്ഫുൾ ആയ ഒരു മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തു. ഇനി അടുത്ത 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഹൈ പ്രീസ്റ്റ് who that is passed into heavens. അത്രയും ഹൈ പ്രീസ്റ്റായി, മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ഇരിക്കുന്നു. ഇനി ഈ ഹൈ പ്രീസ്റ്റിന്റെ ലെവൽ നമുക്കത് നോക്കാം. ചാപ്റ്റർ 5 വേഴ്സ് 6. ചാപ്റ്റർ 5 വേഴ്സ് 6. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഇൻ ദി ഓർഡർ ഓഫ് മൽക്കിസദേക്ക്, മൽക്കിസദേക്കിന്റെ അതിനെക്കാട്ടിൽ നിന്ന് നമുക്ക് പറയാം, ആ ഓർഡറിലുള്ള ഒരു ഹൈ പ്രീസ്റ്റ് ഫോർ എവർ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഫോർ എവർ. ഇനി ആ പ്രീസ്റ്റിന് ഒരു കുറച്ചിലും ഇല്ല. ഫോർ എവർ ഹി ഈസ് ദ ഹൈ പ്രീസ്റ്റ്. ഇനി ചാപ്റ്റർ 5 വേഴ്സ് 9. അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. He became the author of eternal salvation. അതാ ഇംഗ്ലീഷിൽ പറയുന്നത്. He became the author of eternal salvation. അത് ബ്രദർ ഒന്ന് മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നിത്യരക്ഷയുടെ കാരണഭൂതമായി.
നിത്യരക്ഷയുടെ ഓതറായി തീർന്നു. ഇനി അടുത്തത് 9 വായിച്ചല്ലോ. ഇനി 7:26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്റെ ക്വാളിറ്റീസ് പറയുക: who is holy, harmless, undefiled, separated from sinners and made higher than heaven. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്തിൽ ജീവിച്ച മഹാപുരോഹിതൻ, ഒരു ഹൈ പ്രീസ്റ്റ്. Now next 8:1. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതന്റെ ആ സീറ്റിനെ പറ്റിയ അത് പറയുന്ന, set on the right hand of the throne of the majesty in the heavens. അത്രയും വലിയ സീറ്റില് ഇരുത്തിയിരിക്കുന്നവൻ, ഇപ്പം ഇരുത്തിയിരിക്കുന്ന നമ്മളുടെ കർത്താവ യേശു ക്രിസ്തു. നമുക്ക് ആ 7-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവത്തെ, ആ മനുഷ്യനായിട്ട് അത്രയും ഹോളിയായി, അത്രയും ഹാംലെസ് ആയി, അത്രയും വിശുദ്ധനായി, ആരെയും ഹൃദയം കൊണ്ട് നോയിക്കാത്ത ആ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ആ മനുഷ്യൻ ജീവിച്ചപ്പോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. Now next, അതിൽ ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൽ 2-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നത്? ജീസസ് ദി പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. അപ്പൊ ഇത്രയും വലിയ സ്ഥാനം ദൈവം ഈ പുത്രന് കൊടുത്തു. ഇത്രയും വലിയ, അതായത് നമ്മൾ കർത്താവ് യേശു ക്രിസ്തു എന്ന് നമ്മൾ പറയുമ്പോൾ, ഓരോ വാക്കുകൾ പറയുമ്പോൾ, ഈ ദൈവം, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈ ദൈവം, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ദൈവത്തിനെ നമ്മൾ വിളിക്കുന്ന ഈ ദൈവം, ഈ കർത്താവ് യേശു ക്രിസ്തു, നമ്മളുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെണിച്ചു, ഒരു വില കൊടുത്തു. ഇത്രയും സ്ഥാനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് നമ്മൾ ഓരോ പാപം മനപൂർവമായിട്ട് ചെയ്യുമ്പോൾ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുക. എന്തോ വൃത്തികെട്ട സ്വഭാവം ഈ മനുഷ്യന്റെ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന? പാപം മനപൂർവമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ കർത്താവിനെ നമ്മൾ മനപൂർവമായിട്ട് മാറ്റി, ഇത്രയും ഈ ഒരു ലേഖനത്തിൽ തന്നെ ഇത്രയും മഹത്വമുള്ള ദൈവത്തിനെ പറ്റിയാ എഴുതിയിരിക്കുന്നത്. നമ്മൾ കർത്താവ് യേശു ക്രിസ്തു, ഹു ഇസ് ദി സെന്റർ പോയിന്റ് ഓഫ് അവർ ലൈഫ്, ഹു ഇസ് ദി ലൈഫ് ഗിവർ. ആ ലൈഫ് ഗിവറിന് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ നമ്മൾ പാപം കൂട്ടി കൊണ്ടുവന്ന് നമ്മൾ അതിനെന്ന് പറയാലോ, അവനെ അല്ലെങ്കിൽ കർത്താവിനെ മാറ്റി നിർത്തുക. ഇത്രയും റെസ്പെക്റ്റ് ഇല്ലാതെ, ഇത്രയും നമ്മളെ ചവിട്ടി താത്തി, നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ച്, നമുക്ക് വേണ്ടി ക്രൂശിൽ പെടഞ്ഞ് മരിച്ച്, പിന്നെ എങ്ങനെ ജീവിച്ചു കർത്താവ്? ഹോളിയായിട്ട് ജീവിച്ചു. ഒരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിൽ ജീവിച്ച് നമ്മളെ കർത്താവ് യേശു ക്രിസ്തു. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? നമ്മള് മനഃപൂർവ്വം ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വായിച്ച പോലെ ആ സ്പിരിച്വൽ പ്രൈഡ്, ആ അഹംഭാവം, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിലപ്പോൾ ഇത് അറിയത്തില്ല, പിന്നെ ഇത് ചെയ്യുന്ന മനഃപൂർവ്വമായിട്ടായിരിക്കും. നമ്മളെ തോട്ട്സോ നമ്മളുടെ എന്തെങ്കിലും കാര്യം സഭയില് ഇഫ് വി ആർ ഒബ്ജക്റ്റഡ്, നമ്മളെ തടഞ്ഞു നിർത്തിയോ, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ തോട്ട്സ് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാനം ശരിയല്ല, നിങ്ങൾ മാറിയിരിക്കാൻ, നമ്മളുടെ ഇന്നർ ആയിട്ടുള്ള ആ സ്പിരിച്വൽ പ്രൈഡിൽ വന്ന് നിന്നിട്ട് വി വിൽ ട്രൈ ടു ഡിഫെൻഡ്. നമ്മളുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിലും നമ്മൾ കള്ളം പറഞ്ഞ്
പല കാര്യങ്ങളും കള്ളം പ്രവർത്തിച്ച് അത് സത്യമാക്കി തീർത്തിട്ട് വി വിൽ ട്രൈ ടു ഡിഫെൻഡ്. അപ്പൊ ഈ സ്പിരിച്വൽ പ്രൈഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് ഈ കർത്താവ് യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കത്തില്ല. ഈ കർത്താവ് യേശുക്രിസ്തുവിനെ എന്താ ചെയ്യുന്നത്? പാപം നിമിത്തം ചവിട്ടി മാറ്റുക. നമുക്കറിയാലോ, പല സ്ഥാനം സഭയിൽ കിട്ടണമെങ്കിൽ പല രീതിയിലും പല മനുഷ്യന്മാര് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ കമ്പനിയിൽ തന്നെ അറിയാലോ, നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സെയിം ലെവലിൽ നിൽക്കുന്ന ആൾക്കാര്, സെയിം ഡേറ്റിൽ അപ്പോയിന്റ് ചെയ്ത ആൾക്കാര്, ഒരാള് അത് അപ്രൈസൽ അനുസരിച്ചാണല്ലോ പ്രൊമോഷൻ കിട്ടുന്നത്. ഈ അപ്രൈസൽ ഒരാള് മറ്റാളിനെ മാക്സിമം ഡീഫ്രെയിം ചെയ്യാൻ നോക്കും. ബോസിന്റെ അടുത്ത് കുറ്റം പറയാൻ നോക്കും, പറഞ്ഞു കൊടുക്കും, പല കാര്യങ്ങൾ കുറ്റം കണ്ടുപിടിക്കും, അറിയാതെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഇത് ഇങ്ങനെ ചവിട്ടി ഇത് ആ മനുഷ്യനെ ഡീഫ്രെയിം ചെയ്ത് ഈ പ്രവർത്തിക്കുന്ന മനുഷ്യന് എന്തോ ഹയർ ആ പ്രൊമോഷൻ ഗെയിൻ ചെയ്യാൻ നോക്കും. ഇത് സെയിം തിങ് ആയി ചർച്ചസിലും നടക്കുന്നത്. ഈ നമ്മൾ ചർച്ചിൽ നടക്കുന്ന ആ പ്രവൃത്തികൾ നമ്മൾ പല രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാല് ക്രിസ്തു അല്ല സഭയുടെ തല, അവിടുത്തെ ഹെഡാ തല. എന്നിട്ട് അവിടുത്തെ ഹെഡ് പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന രീതിയിൽ അത് ആയി തീരും. പക്ഷെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ, ഒരു മുഖസ്ഥാനം എന്ന് പറയുമ്പോൾ, കർത്താവ് എന്താ പറയുന്നത്, കർത്താവ് എന്താ ആത്മാവില് എന്താ ഗ്രഹിക്കുന്ന അത് സപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാ ഏറ്റവും വലിയ മഹത്വം നമുക്ക് കർത്താവിന്റെ മഹത്വപ്പെടുത്തുന്നത്. അല്ല വേറെ ഏത് സിസ്റ്റം എടുത്താലും, വേറെ ഏത് അഡ്മിനിസ്ട്രേഷൻ എടുത്താലും, ഈ ലോകപ്രകാരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ രീതിയിൽ നമ്മൾ ഒരിക്കലും ചർച്ചിന്റെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് ദൈവത്തിന് ആത്മാവിലല്ലാതെ വേറെ രീതിയിൽ, പരിശുദ്ധാത്മാവിലല്ലാതെ വേറൊരു രീതിയുമില്ല. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദി ഹോളി സ്പിരിറ്റ് ഹി ഗവേൺസ് ദി ചർച്ച്. ആ ഹോളി സ്പിരിറ്റിന്റെ ഇഫ് ഹി ഈസ് ട്രൈങ് ടു ഗവേൺ ദി ചർച്ച്, ഇറ്റ് വിൽ ബി എങ്ങനെ, ഹി ഷുഡ് ബി ദി ഹെഡ് ഓഫ് ദി ചർച്ച്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഈ സ്പിരിച്വൽ പ്രൈഡ് നമ്മൾ ഓർക്കും, ഇത് നമുക്കില്ല, ഇത് നമ്മൾ ചെയ്യുന്ന കറക്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റാന്ന് നമ്മൾ ഓർക്കും. നമ്മൾ മിസ്റ്റേക്സ് ഹൈഡ് ചെയ്യാൻ നോക്കും, നമ്മൾ കള്ളം പറയാൻ നോക്കും, നമ്മൾ ബിൽഡപ്പ്, നമ്മളുടെ ഓൺ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാൻ നോക്കും. എന്നിട്ട് എന്ത് പറ്റും? നമ്മൾ വീണ് നിന്നാലും, നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്ത് നിൽക്കുകയാണെങ്കിലും, we will think that we are extremely holy. അപ്പൊ this is very very dangerous situation. ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുത്രനെ ചവിട്ടി തേക്കുക, ചവിട്ടി മാറ്റുക, സഭയെ തന്നെ ചവിട്ടി, നമ്മുടെ ജീവിതത്തിൽ തന്നെ ചവിട്ടി മാറ്റുക. അപ്പൊ we should be very careful in dealing with this. അപ്പൊ നമുക്ക് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം, അവനാ നമ്മളുടെ ഹൃദയത്തിലുള്ള രാജാവ്, നമുക്ക് തരുന്ന കാര്യങ്ങൾ, നമ്മളെ നയിക്കുന്ന ദൈവം, ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുക. നെക്സ്റ്റ് തിങ്, ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ആ ബ്ലഡ് ഓഫ് ദ ക്രൈസ്റ്റ് ഒരു ഏറ്റവും അൺഹോളി തിങ് ആയിട്ടാ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താ? നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ ബ്ലഡ് എന്തിനാ ഇത്രയും മാത്രം കർത്താവായ യേശു ക്രിസ്തുവും ഇത്രയും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തത്? എന്തിനാ? ബ്ലഡ് എന്തിനാ? ആ കർത്താവിന്റെ ബ്ലഡ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ, റിയാലിറ്റിയിൽ നോക്കിയാൽ, ആ ബ്ലഡ് ഇപ്പം ആ ക്രൂശിൽ ഉണ്ടോ? ഇല്ല. ആ ഒഴിച്ചുവിട്ട ബ്ലഡ്, അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് ഇറങ്ങി വന്ന ബ്ലഡ്, ഫ്ലോ ചെയ്ത ബ്ലഡ് ഭൂമിയിൽ വന്ന് വീണ് അത് ഉണ്ടോ? ആക്ച്വലി ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. പിന്നെ എന്താ ഈ ബ്ലഡിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ദൈവം കൊടുത്തിരിക്കുന്നത്? കർത്താവ്, നമുക്കറിയാമല്ലോ, നമുക്ക് ആ ബ്ലഡിന്റെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എബ്രായ ലേഖനത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് ധ്യാനിക്കാം. അതില് 9-ാമത്തെ അധ്യായത്തില് 12-14. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും
പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 14. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. നമുക്കറിയാലോ, പഴയ നിയമത്തിൽ പറയുന്നത്, പഴയ നിയമത്തിൽ ഒരു ദൈവത്തിന് ശുദ്ധീകരിക്കണമെങ്കിൽ രക്തം വേണം, അല്ലെ? പാപത്തിന് ശുദ്ധീകരണം, അതിൻ്റെ ആ ടെർബനക്കിൾസിന് സറൗണ്ടിങ്സ്, ടെർബനക്കിൾസ്, അതിൻ്റെ പാത്രങ്ങൾ, അത് രക്തം, ബ്ലഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ദൈവം മനുഷ്യന്റെ രക്തം ഡിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് മൃഗത്തിന്റെ രക്തമാണ് ഡിമാൻഡ് ചെയ്തത്? അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ഫിംഗർ അല്ലെങ്കിൽ ദൈവം പറയുക, നിങ്ങൾ ഫിംഗർ കട്ട് ചെയ്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് അത് തളിക്കാനായിട്ട് എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു രീതിയിൽ എന്തുകൊണ്ട് മൃഗത്തിന്റെ രക്തം എടുത്തു? നമ്മളുടെ മുമ്പേ മൃഗം എന്ന് പറഞ്ഞാൽ ഏത് കാളയായാലും ഗോട്ടായാലും ആ ബ്ലഡിന് സ്മെല്ലുണ്ട്, ആ ബ്ലഡിന് ഒരു ഇതുണ്ട്, ഫാറ്റിന്റെ ഒരു സ്മെല്ലുണ്ട്. അങ്ങനെ വി ആർ അൺഈസി ടു സീ ദാറ്റ് ബ്ലഡ്. പക്ഷെ ദൈവം യൂസ് ചെയ്തത് മൃഗത്തിന്റെ ബ്ലഡാണ്. ഈ മനുഷ്യന്റെ ബ്ലഡ് നമ്മളെ ഫിസിക്കലി നമ്മൾ കാണുന്ന ആ ബ്ലഡ് അല്ല. ഡോണ്ട് ഗെറ്റ് മിസ്അണ്ടർസ്റ്റാൻഡ് ബൈ ദാറ്റ്. ദൈവം ഉദ്ദേശിക്കുന്ന ആ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി എ ഹോളി തിങ്. ഹൗ? നമ്മൾ പാപം ചെയ്തു, നമ്മൾ വീണ മനുഷ്യനാണ്. അപ്പൊ നമ്മളുടെ ബ്ലഡ് ഇറ്റ് ഈസ് ആൻ ടോട്ടൽ അൺഹോളി. ദെൻ നെക്സ്റ്റ്, ഈ അന്ന് ആ മൃഗത്തിന്റെ രക്തം എന്ന് പറഞ്ഞാല് ആ മൃഗത്തിന് ആക്ച്വലി പാപം അറിയത്തില്ലായിരുന്നു. മൃഗങ്ങൾ പാപം ചെയ്യത്തില്ല. അപ്പൊ ഹി നീഡഡ് എ ബെറ്റർ ബ്ലഡ് ദാൻ മാൻ. അപ്പൊ ആ ഒരു ടൈമിൽ പക്ഷെ വാട്ട് ഡിഡ് ഹി റിയലി ഡിമാൻഡ്? ഹി ഡിമാൻഡഡ് എ മാൻ ഹാവിങ് ദ പെർഫെക്റ്റ് ബ്ലഡ്. ഒരു മനുഷ്യന് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ്. പക്ഷെ ഒരു മനുഷ്യനും ആ ടൈമിലും ആദ്യത്തെ ആദത്തിനോ വേറെ ഒരു മനുഷ്യനും ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഇല്ലായിരുന്നു. ബിക്കോസ് അവനിൽ പാപം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉള്ള ആ ടൈമിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് മൃഗത്തിന്റെ ബ്ലഡ്. അപ്പൊ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള അത് പെർഫെക്റ്റ് ആക്കിയിട്ട് യാഗം കഴിച്ച് എന്നിട്ട് അല്ലെങ്കിൽ അത് തിളയ്ക്കുക, സ്പ്രിങ്കിൾ ചെയ്യുക. അപ്പൊ ഇത് ദൈവത്തിന്റെ മുമ്പേ ഒരു ഹോളി തിങ് ആയിരുന്നു. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി, പെർഫെക്റ്റ് ബ്ലഡ് കിട്ടാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചതാ നമ്മള് കർത്താവ് യേശുക്രിസ്തു അല്ലെങ്കിൽ പുത്രനെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരുക്കി വെച്ചു. എന്നിട്ട് നമുക്കറിയാം ആ മനുഷ്യന്റെ അവനിൽ ഒരു കളങ്കവും ഇല്ലായിരുന്നു. അവൻ വിശുദ്ധനായിരുന്നു. അപ്പൊ ആ പെർഫെക്റ്റ് അവന് കർത്താവ് എന്തുമാത്രം പീഡനം, എന്തുമാത്രം ടെംപ്റ്റേഷനിൽ കൂടെ കടന്നുപോയി, എന്തുമാത്രം കാര്യങ്ങളിൽ കൂടെ കടന്നുപോയി. പക്ഷെ അവനിൽ ഒരു പാപവും ഇല്ല. അവനിൽ ഒരു പാപം ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബ്ലഡ് പെർഫെക്റ്റ് ഫോർ സാക്രിഫൈസ്. ആ സാക്രിഫൈസൽ ബ്ലഡ്, ആ ബ്ലഡ് ആയിരുന്നു പിതാവിന് വേണ്ടിയത്. എന്തിനാ? ഈ ബ്ലഡ് വെച്ചാ നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കുന്നു. അന്ന് ആ മൃഗത്തിന്റെ ആ ബ്ലഡ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി ദൈവം. ഇപ്പം പിതാവ് പുത്രന്റെ ബ്ലഡ് അത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അവർ സിൻ. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് തരുന്നത്. ഇനി കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ക്യാൻസർ പേഷ്യന്റിനെ
ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിന് നമുക്ക് നോക്കാം. ഈ ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിന് അവരുടെ ബ്ലഡ് എപ്പോഴും വൈറ്റ് സെൽസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് ഇറ്റ് ഇസ് ബാഡ്, ഇറ്റ്സ് എ ബാഡ് ബ്ലഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താ ചെയ്യുന്നത്? വാട്ട് ഇസ് ദ ട്രീറ്റ്മെന്റ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് വേറൊരാളുടെ ബ്ലഡ് പ്രോസസ് ബ്ലഡ് എക്സാക്ട്ലി അതുപോലെ അല്ല കയറ്റുന്ന, അതിനായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് കോമ്പണൻസ് എല്ലാം എടുത്ത് കയറ്റുക. പക്ഷെ ഇറ്റ് ഇസ് ബ്ലഡിന്റെ അകത്തുള്ള കോമ്പണൻസ് കയറ്റി ഇവനൊരു ജീവിതം അല്ലെങ്കിൽ ജീവൻ കൊടുക്കുക, ജീവൻ ആയുസ് കൂട്ടി കൊടുക്കുക, അല്ലേ? നമുക്ക് ആ ആയുസ് കൂട്ടി കൊടുക്കുമ്പോൾ, ആ ബ്ലഡ് കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തി ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റിന്റെ അവന്റെ ആ ലൈഫിന്റെ ആ പ്രൊലോങ്ങിറ്റി അത് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കും. ഈ ബ്ലഡ് എന്താ, അത് ശുദ്ധീകരിച്ച് അൾട്ടിമേറ്റ്ലി ഡെത്ത് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഇതൊരു പ്രോസസ്സാണ്. ഇത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ആ രീതിയിൽ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം കുറച്ച് വേർഡ്സ് വായിക്കാം. നമുക്ക് അറിയാലോ, ലെവിറ്റിക്കസ്, ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ്, ലേവിയർ പുസ്തകം 17-ാം അധ്യായം 11th വേർഡ്സ് 17:11 വായിക്കുന്നത്, ഫോർ ദ ലൈഫ് ഓഫ് ദ ഫ്ലഷ് ഇസ് ഇൻ ദ ബ്ലഡ്. ലെവിറ്റിക്കസ് 17:11. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണല്ലോ ഇരിക്കുന്നത്. മാംസത്തിന്റെ ജീവൻ, the life in the flesh is in the blood. അപ്പൊ ഒരു സോളിന് അതിന്റെ താഴോട്ടൊന്ന് വായിക്കാമോ? യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. രക്തം മൂലമാണല്ലോ ജീവന്റെ പ്രായശ്ചിത്തം, ആ അറ്റോൺമെന്റ് കിട്ടുന്നു. ആ രക്തം മൂലമാ ആ അറ്റോൺമെന്റ് കിട്ടുന്നത്. നിങ്ങൾക്കൊരു ജീവൻ കിട്ടുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദേഹിക്ക് ഒരു ജീവൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ആത്മാവിന് ഒരു ജീവൻ കിട്ടുന്നത് ഈ രക്തം മൂലമാണല്ലോ. ഈ രക്തമാണല്ലോ ഒരു വലിയ കാരണം. അപ്പൊ ഈ രക്തത്തിന്റെ ആ ഇമ്പോർട്ടൻസ് നമ്മൾ ഇത് മനസ്സിലാക്കണം, ഇവിടെ തന്നെ മനസ്സിലാക്കണം. ബിക്കോസ് ഈ രക്തമില്ലെങ്കിൽ ലൈഫില്ല, അല്ലെ? രക്തമില്ലെങ്കിൽ ലൈഫ് ബോഡിക്കില്ല. നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് രക്തമില്ലെങ്കിൽ ലൈഫ് ഇല്ല. അപ്പോ നമുക്കിനി ആ പോയിന്റിലോട്ട് വരുന്ന നമ്മളെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിന്റെ ഓരോ കോണിക്ക് നമ്മൾ വെക്കണം. നൗ കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 53-57 മുതൽ 57 വരെ, 53, 54 ഇപ്പൊ വായിച്ചാൽ മതി. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. Except verily, verily, truly, truly, I say unto you, except ye eat the flesh of the Son of Man and drink his blood, ye have no life in you. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാലോ, ഇപ്പം കർത്താവ് അവിടെ വെച്ച് ശിഷ്യന്മാരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ മാംസം കഴിച്ചില്ലെങ്കിൽ, എൻ്റെ രക്തം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവത്തില്ല. ഓക്കെ, നമ്മളുടെ കേസ് ഇപ്പം അവരുടെ കേസിൽ യഥാർത്ഥത്തിൽ റിയാലിറ്റി ആണോ? കർത്താവിൻ്റെ മാംസം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തം കുടിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഈ കേസ്, നമ്മൾ ബോൺ അഗെയിൻ ബിലീവേഴ്സ് ആണല്ലോ. നമ്മൾ ഈ രക്തം കുടിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ മാംസം കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ദൈവം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ എടുത്ത ആ കാര്യത്തിലോട്ട് നോക്കുക. ലൈഫ് ഇൻ ദി ഫ്ലഷ് ഇസ് ഇൻ ദി ബ്ലഡ്. പിന്നെ അതിന്റെ തൊട്ട് താഴത്തെ വേർഡ്സ്, ആ സെന്റൻസസ് നോക്കുക. അറ്റോൺമെന്റ് ഫോർ ദ സോൾ.
അപ്പൊ നമ്മള് എന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാല് നമ്മളുടെ ഹൃദയത്തിൽ, നമ്മളുടെ ആത്മാവില് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാലോ ഈ ബ്ലഡ് എങ്ങനെ ഫോം ചെയ്യുന്നു, നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെ. ഭക്ഷണത്തിലും വെള്ളം ഇത് രണ്ടും മനുഷ്യന്റെ സർവൈവലിന് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യം ഭക്ഷണവും വെള്ളവും. അത് അവന്റെ ഗ്രോത്ത്. ഇനി നമ്മൾ ആത്മാവിലോട്ട് നോക്കുക. ആത്മാവ് നമ്മളുടെ ഹൃദയത്തിന്റെ അകത്തുള്ള വസിക്കുന്ന ആ ആത്മാവിന് ആവശ്യമുള്ള ഒരു കാര്യമാ പുത്രന്റെ ഫ്ലഷ്, ജഡം, പുത്രന്റെ രക്തം. അത് എങ്ങനെ നമ്മൾ ഭക്ഷിക്കുന്നു, ഈ ലോകത്തിൽ ഒരു ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ നമ്മള് ഹൃദയത്തിന്റെ അകത്ത് നമ്മൾ കർത്താവിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതെന്താ? എങ്ങനെയത്? അത് ഫുൾ സബ്മിഷൻ. അല്ലെങ്കിൽ നമ്മൾക്കറിയാലോ, നമ്മൾ ബോൺ അഗെയിൻ ആവുമ്പോൾ, രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മളെ ഹൃദയം എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ എ സബ്മിഷൻ സ്റ്റേജ്. ആ സബ്മിഷൻ സ്റ്റേജിൽ നമ്മൾ കീഴ്പ്പെടുക, ദൈവത്തിന്റെ മുമ്പേ കീഴ്പ്പെടുക. അങ്ങനെ കീഴ്പ്പെടുമ്പോ കർത്താവ് വന്ന് നമ്മളിൽ വസിക്കുക. അതുപോലെ ആ സെയിം പ്രോസസ്സാ നമ്മള് ദൈവത്തിനെ ഭക്ഷിക്കുക, കഴിക്കുക. അപ്പൊ ആത്മാവിന് എന്ത് കിട്ടും? ജീവൻ കിട്ടുക. ആ ഭക്ഷണം, ആ രക്തം. അപ്പൊ ആ രക്തം വെച്ച് നമ്മളുടെ ആത്മാവിനെ ജീവിപ്പിക്കുക. ആ ഫ്ലഷ് വെച്ച് നമ്മളെ ജീവിപ്പിക്കുക. നമ്മളുടെ ഹൃദയത്തിലുള്ള ആത്മാവിനെ ജീവൻ തരുക. അങ്ങനെ നമുക്ക് ജീവൻ കിട്ടി. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റേജ് ഗ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അവനെ ഭക്ഷിക്കുക. അവൻ ഇഷ്ടം പോലെ ഭക്ഷണം തരുന്നുണ്ട്. അവനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വചനം കേട്ട് പോവല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ജസ്റ്റ് പോവല്ല. അത് നമ്മൾ ഉള്ളിൽ ഗ്രഹിച്ച് സബ്മിഷൻ, അതാ വേണ്ടത്. സബ്മിറ്റ് ചെയ്ത് നമ്മൾ അത് ഗ്രഹിച്ച് നമ്മളുടെ ആത്മാവ് ജീവിക്കുന്ന രീതിയിൽ, കർത്താവ് ജീവിക്കുന്ന രീതി തന്നെ നമുക്ക് അവിടെ ഹൃദയത്തിന്റെ അകത്തുള്ള ട്രാൻസ്ഫോർമേഷൻ. ആ ക്യാൻസർ പേഷ്യന്റിന് ആ ട്രാൻസ്ഫോർമേഷൻ വരുന്ന രീതിയിൽ നല്ല ബ്ലഡ് കൊടുക്കുമ്പോൾ അവന്റെ ലൈഫ് പ്രൊലോങ് ചെയ്യും. അതുപോലെ സെയിം തിങ് കർത്താവ് നമ്മളുടെ ആത്മാവിന് കിട്ടാനുള്ള ജീവൻ, അത് നമുക്ക് അവിടെ ആ 54-ാമത്തെ വാക്യത്തിൽ വായിക്കലും, whoso eateth my flesh and drinketh my blood has eternal life. അത് കഴിക്കുന്ന നമ്മളെ ഹൃദയത്തിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരുമ്പോ നമുക്ക് നിത്യജീവനാ കിട്ടുന്നത്. ആ നിത്യജീവന്റെ ബേസിൽ ആ ബ്ലഡിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കിക്കോണം. ആ ബ്ലഡിന്റെ ഇമ്പോർട്ടൻസ്, നമ്മളുടെ കർത്താവ് യേശു ക്രിസ്തു എവിടെ ഈ ബ്ലഡ് തന്നു? എവിടെ ഈ ബ്ലഡ് ചൊരിഞ്ഞ്? എവിടെ ഈ ഫ്ലഷ് തന്നത്? ആ ക്രൂശിൽ അല്ലേ? ആ ക്രൂശില് തരിപ്പണമാവുക, അല്ലെങ്കിൽ തകർത്ത് മനുഷ്യന്റെ ആ ക്രൂവൽറ്റിയെ, പാപത്തിന്റെ ഹയസ്റ്റ് ഫോം അവിടെ മനുഷ്യൻ കാണിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് ആ കംപ്ലീറ്റ് ആയിട്ട് തകരുന്ന കർത്താവ് ആ ഫ്ലഷും ആ ബ്ലഡും ക്രൂശിൽ നിന്നുകൊണ്ട് ആത്മാവിൽ നമുക്കിപ്പം തന്നുകൊണ്ട് ഇരിക്കുക. ഫിസിക്കലി ഉണ്ടോ? ഇല്ല. പക്ഷെ ആത്മാവില് നമുക്ക്, അല്ലെ, ആത്മാവില് നമുക്ക് അത്രയും വലിയ ഒരു കാര്യം ദൈവം തന്നു. അതാ ഈ ആത്മീയ മനുഷ്യൻ, ആ ബേസ്, ആ സ്റ്റാൻഡ് ദൈവം അവിടെ ബേസ് ആയിട്ട് നിർത്തുന്നു. ക്രൂശ്. ആ ക്രൂശിൽ കൂടെ നമുക്ക് ആ എറ്റേണൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, നമ്മള് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അതാ നടക്കുന്ന. ആത്മാവില് നമുക്ക് നിത്യജീവൻ തരുന്നു. അപ്പൊ അത്ര ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. പിന്നെ വാട്ട് ഡസ് ഇറ്റ് ഡു? ഈ ബ്ലഡ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ആ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ വാക്യം ഇംഗ്ലീഷില്, purge your conscience from the death works to serve. മനസാക്ഷിയെ, അല്ലെ, മനസാക്ഷിയെ ക്ലീൻ ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ മനസാക്ഷി കൊണ്ട് ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുന്ന ഒരു കാര്യം
കാര്യമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ്, അവന്റെ ബ്ലഡ് ഇന്നസെന്റ് ആണല്ലോ, അവനോ അവളോ. നമ്മള് ഇപ്പം കാണുന്നുണ്ടല്ലോ ടി വി കൂടെ ന്യൂസിൽ കൂടെ പല കാര്യങ്ങളും, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അടിച്ച് കൊല്ലുന്നതും എല്ലാം, മീൻസ് പല റെക്കോർഡിങ്സും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ എന്താ തോന്നുന്നത്? നമ്മളുടെ ഹൃദയത്തിൽ ആ വിഷമവും ആ ദുഃഖവും ആ എന്താ പറയുന്നത്, നമ്മളുടെ ആ മനസ്സാക്ഷിയിലും നമ്മളുടെ ഇതിലും വരുന്ന ആ കാര്യം, എഫക്റ്റ്, അതെന്താ? അത് ആ ജീവനും ബ്ലഡും ഉള്ളതുകൊണ്ടാണ്. ആ ഇന്നസെന്റ് ആയിട്ടുള്ള ബ്ലഡ് അത് അവിടെ സഫർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ കടന്നു പോകുന്ന ആ രംഗം, നമ്മൾ ഹൃദയത്തിന്റെ അകത്ത് കടന്നു പോകുന്ന രംഗം, അത് ഭയങ്കര കഠിന ശോധന, മീൻസ് ഒരു വല്ലാത്ത രീതിയിൽ നമ്മളെ നയിക്കും. സെയിം എഫക്റ്റാ നമ്മളുടെ പാപത്തിന് വേണ്ടി കളങ്കമില്ലാതെ നിഷ്കളങ്കമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബ്ലഡ് ചൊരിഞ്ഞ് ആ ക്രൂശിൽ 2000 വർഷം മുമ്പേ ആ ചൊരിഞ്ഞ വീണ് നമുക്ക് വേണ്ടി, നമ്മളുടെ ആത്മാവ് ജീവിക്കാൻ വേണ്ടിയാണ്, നമ്മളുടെ ഉള്ളിൽ ജീവിക്കാൻ വേണ്ടിയാണ്, കർത്താവ് തന്നെ വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. ആ യോഹന്നാൻ ആ സുവിശേഷത്തിന്റെ അതിന്റെ 55ഉം 56ഉം ഒന്ന് വായിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്താൽ അവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. ഇത്രയും വലിയ കാര്യമാണ് ദൈവം തരുന്നത്. ഒരു മനുഷ്യന്, ഒരു ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഒരു രക്ഷിക്കപ്പെട്ട മനുഷ്യന്, അവൻ അല്ലെങ്കിൽ അവൾ ആക്ച്വലി എന്താ പ്രവൃത്തി? അവള് കർത്താവിൽ വസിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് അവനിൽ വസിക്കുന്നു. ആ വ്യക്തി കർത്താവിലും വസിക്കുന്നു. He dwelleth in us same way we dwelleth in him. We dwell in him. ഇത് സെയിം തിങ്. ഇത് എത്രയോ നല്ല കാര്യമാണ്. കർത്താവിന്റെ ഭക്ഷണം, മീൻസ് ആ യഥാർത്ഥത്തിലുള്ള ആത്മീയ ഭക്ഷണം, ഹൃദയത്തിന് ആവശ്യമുള്ള ഭക്ഷണം, അവന്റെ ജഡവും അവന്റെ രക്തവും നമുക്ക് തന്നു. ഈ രക്തം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിർത്തിയിട്ട് കർത്താവ് ക്രൂശിൽ പോയി ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി തന്നു, നമ്മളെ രക്ഷിച്ചു. നമുക്ക് ആത്മാവില്, for him to dwell within us and we to dwell in him, ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് നമ്മൾ മനഃപൂർവ്വം ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത്രയും വലിയ പരിശുദ്ധൻ ആയ രക്തം മലിനമായി നമ്മൾ കൺസിഡർ ചെയ്യുക. ഏറ്റവും അൺഹോളി തിങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിന്റെ എഫക്റ്റ് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് തിങ്, ദൈവപുത്രനെ ചവിട്ടി മാറ്റുക. സെക്കൻഡ് തിങ്, അവൻ തന്ന ആ രക്തം, നിഷ്കളങ്കമായ രക്തം, ആ പവർഫുൾ ആയിട്ടുള്ള രക്തം, നമ്മളെ പാപത്തിനെ ഫുൾ ആയിട്ട് പേർജ് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള രക്തം നമ്മൾ മലിനമായിട്ട് കൺസിഡർ ചെയ്തു, ഏറ്റവും അൺഹോളിയായിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ അടുത്തത് സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, അല്ലെ? കൃപയുടെ ആത്മാവ്. ഈ കൃപയുടെ ആത്മാവ് നമുക്കറിയാലോ. കൃപയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, ഇതൊരു ആട്രിബ്യൂട്ട്, ഹോളി സ്പിരിറ്റിന്റെ ഒരു ആട്രിബ്യൂട്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൃപ വേണം. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ നമുക്ക് ഈ കൃപ വേണം. ആ കൃപ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ആത്മാവില. നമുക്കറിയാലോ, 1 കൊരിന്ത്യർ 6:11 വാക്യത്തില്, 1 Corinthians 6:11 വായിക്കുന്നത് എന്താ? sanctified and justified in the name of Lord Jesus Christ and sanctified by the Spirit of our God. ഒരാള് രക്ഷിക്കപ്പെടുമ്പോ 2 കാര്യം, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തില് അതിൽ ജസ്റ്റിഫൈ ചെയ്യും. പിന്നെ ഇത് പ്രവർത്തിക്കുന്ന ആരാ?
സാങ്ക്ടിഫൈ ചെയ്യുന്നത് സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പൊ സ്പിരിറ്റ് ഓഫ് ഗോഡിന് വലിയൊരു റോളുണ്ട് അല്ലെ? സ്പിരിറ്റ് ഓഫ് ഗോഡിന് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ഹാസ് എ ബിഗ് റോൾ ഇൻ അവർ സാൽവേഷൻ. ഇനി കൃപ എന്തിനാ? എഫേസ്യർ 2:8 അതൊന്ന് വായിക്കാമോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. കൃപയാലാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ട്. പൗലോസ് പറയുന്നത്, എഫേസ്യരുടെ അടുത്ത് പറയുന്നത്, കൃപയാലാണല്ലോ രക്ഷിക്കപ്പെടുന്നത് ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്തിൽ കൂടെ. അതെന്താ? ദാനം. എവിടുത്തെ ഗിഫ്റ്റാ? ദൈവത്തിന്റെ ഗിഫ്റ്റ്. എങ്ങനെ തരുന്ന ഗിഫ്റ്റാ? കർത്താവ് എങ്ങനെ തരുന്ന ഈ ഗിഫ്റ്റ്? ആത്മാവില് തരുന്ന. നമുക്കറിയാലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിന്റെ ആ ലാസ്റ്റ് പാർട്ടില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാറ്റ് വിച്ച് ഇസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഇസ് സ്പിരിറ്റ്. ആത്മാവില് ജനിച്ചവരാ ആത്മാവ്. അത് മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവിലായിട്ട് ജനിച്ചത് ആത്മാവാകും. അവിടെയാ ബോൺ ആവണ്ടേ. അവിടെയാ ആക്ച്വലി ഗ്രേസ് നമുക്ക് കിട്ടണ്ടേ. ഗ്രേസ് കിട്ടി നമുക്ക് എന്താ, ഒരു മനുഷ്യനും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗ്രേസും ഇല്ല. അവന് കിട്ടുന്ന ഗിഫ്റ്റാ. ആ ഗിഫ്റ്റ് കിട്ടുന്ന ആത്മാവിൽ കൂടെ, ആ ആത്മാവിന്റെ കൂടെ കിട്ടുന്ന ആ ഗിഫ്റ്റ് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ അത് ഏറ്റുകൊള്ളുക. ഇത്രയും നല്ല സ്പിരിറ്റ് ഓഫ് ഗ്രേസിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നിന്ദിക്കുക ചെയ്യുന്നത് അല്ലേ? മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിൽ നമ്മൾ ചെയ്യുന്നത് നിന്ദിക്കുക ചെയ്യുന്നത്. പിന്നെ ആത്മാവിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റുമോ ഹൃദയത്തിന്റെ അകത്ത്? ഇല്ല. ബിക്കോസ് എന്താ? കൃപയുടെ ആത്മാവ് കൃപ തരണം. കൃപയുടെ ആ ചാനലിൽ കൂടെ ഒരാളെ വിശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇറ്റ് ഇസ് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ്. സാങ്ക്ടിഫിക്കേഷൻ വേണമെങ്കിൽ കൃപ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നോളേജ് വേണം. സ്പിരിറ്റ് ഓഫ് നോളേജ് ഉണ്ട്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഉണ്ട്. പക്ഷേ ഈ രണ്ടും കിട്ടണമെങ്കിൽ ഈ ഒരു ചാനൽ, കൃപയുടെ ആത്മാവ് സ്ട്രോങ് ആയിരിക്കണം. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ് സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വചനം നമ്മളുടെ ഹൃദയത്തിൽ ഗ്രഹിക്കണമെങ്കിൽ കൃപയില്ലാതെ ഇത് ഗ്രഹിക്കാൻ ഒക്കത്തില്ല. ബിക്കോസ് എന്താ? കൃപയില്ലെങ്കിൽ നമ്മൾ ഈ കിട്ടുന്ന ഈ ജ്ഞാനവും വിവേകവും നമ്മൾ അഹങ്കാരത്തിന് യൂസ് ചെയ്യും. അതിനാ കൃപ, വി ഷുഡ് ഗ്രോ ഇൻ ഗ്രേസ് എന്ന് പറയുന്നത്. ഇഫ് വി ഡോണ്ട് ഗ്രോ ഇൻ ഗ്രേസ്, there will be pride within us. because മറ്റേ സൈഡ് ജ്ഞാനം കയറി കഴിഞ്ഞാൽ we will be puffed up. നമ്മൾ എന്തോ ആന്ന് നമ്മൾ തോന്നിപ്പോകും. അപ്പൊ നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ല ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാ കൃപ. ചിലവര് ഈ നമ്മൾ വണ്ടി പോകുമ്പോ വണ്ടിയുടെ പുറത്ത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെക്കും. അപ്പൊ ഈ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആക്ച്വലി ഇവിടെ വന്ന് നോക്കുമ്പോൾ വാട്ട് ഇസ് ഇറ്റ്? ഗ്രേസ് അല്ലേ? ആ ഗിഫ്റ്റ് അല്ലേ നമുക്ക് തരുന്ന ദൈവം? ആ ഗ്രേസ് ദൈവത്തിന്, ദൈവം ഏറ്റവും ദൈവമായിട്ടുള്ള ഒരു ഈ ചാനൽ, അതായത് എറ്റേണൽ ലൈഫ്. എറ്റേണൽ ലൈഫ്. ഈ ലൈഫ് എത്ര? ഹാർഡ്ലി ഇനി എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറിയ കുറച്ച് നാളും കൂടെ ഉള്ളു. ഇയേഴ്സ് ലെഫ്റ്റ്, അല്ലെങ്കിൽ മന്ത്സ് ലെഫ്റ്റ്, ഡേയ്സ് ലെഫ്റ്റ്. ആരുടെ കാര്യം നോക്കിയാൽ, മനുഷ്യന്റെ കാര്യം നോക്കിയാൽ അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള എറ്റേണിറ്റി, എറ്റേണൽ ലൈഫ്, 1000 ആണ്ട്, എറ്റേണിറ്റി, ഇതെല്ലാം ദൈവം വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് നമ്മളുടെ ഹോപ്പ് ഇരിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ വിഷൻ. അപ്പൊ അവിടെ വിഷൻ, അപ്പൊ അവന്റെ മുമ്പേ നിൽക്കുമ്പോ നിഷ്കളങ്കമായിട്ട് നിൽക്കണമെങ്കിൽ, വിശുദ്ധനായിട്ടും നിഷ്കളങ്കമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ അകത്ത് മനഃപൂർവ്വമായിട്ടുള്ള ചെയ്യുന്ന പാപം മാറ്റിവെക്കുക. 100% ഹോളി ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ നമ്മൾ ഈ പാപം നമ്മൾ
നമ്മളത് സെൻസ് ചെയ്യണം. നമുക്ക് വരുന്ന പാപം നമ്മൾ സെൻസ് ചെയ്ത് നമ്മൾ അത് ദൈവത്തിന്റെ മുമ്പേ കൺഫസ് ചെയ്യണം. അപ്പൊ അവിടെയാ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ആ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ ആത്മാവിന് വേണ്ടിയ റെസ്പെക്ട്, അതിന് പവർ എല്ലാം കൊടുക്കണം. Now, നമുക്ക് ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്യാം. ഏതാ ഇപ്പം പഠിച്ചിട്ട് പുത്രനും പുത്രന്റെ രക്തവും കൃപയുടെ ആത്മാവും. എബ്രായർ 4:15-16. എബ്രായർ 4:15-16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഓക്കെ, അതിൽ 15-ാം അധ്യായത്തിൽ വായിക്കുന്നെങ്കിൽ we have not an high priest which cannot be touched with the feelings of our infirmities, but in all points tempted like as we are, yet without sin. അതിൽ 15-ാമത്തെ വാക്യത്തില് approaching our high priest അല്ലേ, we are approaching our high priest. ഈ ഇത്രയും നമുക്ക് ഈ നമ്മൾ നേരത്തെ നോക്കിയതിൻ്റെ അതിൻ്റെ നമ്മൾ കൺഫസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേർവഴിക്ക് നിൽക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പാപം ഉണ്ട്, അല്ലെങ്കിൽ പാപമുണ്ട്, അത് കൺഫസ് ചെയ്യുക. ആ രീതിയാണെങ്കിൽ നമ്മൾ എപ്പോഴും പാപം കൺഫസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണെങ്കിൽ, ദൈവത്തിന് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഫസ്റ്റ് തിങ്, അപ്രോച്ചിങ് അവർ ഹൈ പ്രീസ്റ്റ്. അവിടെ 15-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ we have not an high priest which cannot be touched with the feelings of our infirmities. പിന്നെ നമുക്കുള്ള എന്തുണ്ട്, നമ്മൾ ആരാ, നമ്മളുടെ വ്യക്തി, നമുക്കുള്ള എല്ലാ കാര്യം നമുക്ക് അപ്രോച്ചബിളാണ്. വി ക്യാൻ അപ്രോച്ച്. ഒരു അപ്രോച്ചബിൾ അല്ലാത്ത ഒരു കാര്യമല്ല. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു അപ്രോച്ചബിളാ. ഹൈ പ്രീസ്റ്റ് ഇസ് അപ്രോച്ചബിൾ. നമുക്ക് അപ്രോച്ച് ചെയ്യാം, നമുക്ക് അവൻ്റെ അടുത്ത് പോവാം, അവൻ്റെ അടുത്ത് പറയാം. ബിക്കോസ് അവന് മനസ്സിലാക്കും എന്തുകൊണ്ടാ. he was tempted at every point. അല്ലേ അത് പറയുന്നത്? he was tempted just like us, yet without sin. അവനറിയാം എങ്ങനെ ഈ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. അവനറിയാം മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിൽ നിന്ന് നമ്മളെ എങ്ങനെ കരയേറ്റാം. അവനറിയാം, കർത്താവിനറിയാം. കർത്താവിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യും. അതാ ഈ വേർഡ്സ് പറയുന്നത്. ലുക്ക് അറ്റ് ഹീബ്രൂസ്. ആ ലെറ്റർ ടു ഹീബ്രൂസ്, ആ കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ 13 ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിച്ചു നോക്ക്. അപ്പൊ നമുക്കറിയാം ഹൗ മച്ച് വി ക്യാൻ അപ്രോച്ച് ഹിം. ദെൻ ലെറ്റ് അസ്, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ നമുക്ക് അപ്രോച്ചിങ് ആ ബ്ലഡിന്റെ കാര്യം കൂടെ ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ക്രൈസ്റ്റിന്റെ കാര്യം നോക്കി. അപ്രോച്ചിങ് ദ ഹൈ പ്രീസ്റ്റ്, അത് ക്രൈസ്റ്റ്, വി ആർ അപ്രോച്ചിങ് ക്രൈസ്റ്റ്. നെക്സ്റ്റ് ബ്ലഡ്. ഹീബ്രൂസ് 9:14 ഒന്നോടെ ഒന്ന് വായിക്കാം. ഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. നമ്മളുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാല് it is through the blood of Christ. How much more shall the blood of Christ? How much more shall the blood of Christ? എങ്ങനെ? through the eternal spirit. എങ്ങനെ? നിത്യാത്മാവ് വഴി. What is he going to do? Offer himself without spot. He offered himself without spot. ഒരു പാപമില്ലാതെ ഓഫർ ചെയ്തു. എന്തിനാ? purge our conscience. നമ്മളെ മനസാക്ഷിയുടെ അകത്ത് കയറുവാൻ, കോൺഷ്യൻസിന്റെ അകത്ത് കയറി പ്രവർത്തിക്കാൻ.
കോൺഷ്യൻസ് അകത്ത് കയറിയിട്ട് ആ ഡെഡ് വർക്ക്സിനെ മാറ്റിയെടുക്കാൻ, ആ ഡെഡ് വർക്ക്സ്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ പാപം ഇട്ട് നമ്മുടെ സ്പിരിച്വൽ പ്രൈഡ് കയറി വരുന്ന അതിൽ നിന്നെല്ലാം മാറ്റിയെടുക്കുവാൻ ആ ബ്ലഡ് എത്ര പവർഫുള്ളാ. ആദ്യം കണ്ടെന്താ? അപ്രോച്ചിങ് ടു അവർ ഹൈ പ്രീസ്റ്റ്, അതായത് നമ്മള് ചവിട്ടി കളയുന്ന ക്രിസ്തുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ദൈവം ആരാന്ന് നമ്മൾ ശരിക്കും നമ്മൾ അറിയുക. രണ്ടാമത്തെ, ത്രൂ ദ ബ്ലഡ്, കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്തം അത് നിഷ്കളങ്കമായ രക്തമായിരുന്നല്ലോ. ത്രൂ ദ ബ്ലഡ് അപ്രോച്ച് ഹിം. ദെൻ മൂന്നാമത്തെ കാര്യം ഗ്രേസ് ആണല്ലോ. ഹീബ്രൂസ് 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. Let us therefore come boldly unto the throne of grace. Spirit of grace നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇവിടെ തന്നെ സൊല്യൂഷൻ പറയുന്നുണ്ട്. കം ബിഫോർ ദ ത്രോൺ ഓഫ് ഗ്രേസ്. തത്സമയം കൃപ പ്രാപിക്കാൻ അവന്റെ മുമ്പേ വന്ന് നിൽക്കുക, അവന്റെ മുമ്പേ വന്ന് പറയുക, അവന്റെ മുമ്പേ വന്ന് സമർപ്പിക്കുക. ബിക്കോസ് എന്താ? He can only help us. Nobody can help us from our sins. പാപത്തിൽ നിന്ന് നമുക്ക് ഒരു കരയേറുവാൻ, അല്ലെങ്കിൽ നമ്മൾ സഫർ ചെയ്യുന്ന എന്തെങ്കിലും ഡേഞ്ചർ, വിൽഫുള്ളി ആയിട്ട് എന്തെങ്കിലും സിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ? We should to obtain mercy, to obtain grace, to overcome sin, approach before the throne of grace. അവന്റെ ആ ത്രോണിന്റെ മുമ്പേ വന്ന് അപ്രോച്ച് ചെയ്യുക. ഇതിന്റെ ഒരു പാരലൽ വേർഡ്സ്, അതായത് നമുക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് കാണാം. ഐ തിങ്ക് കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ. 1 യോഹന്നാൻ 1:6-10 വരെ. 1 യോഹന്നാൻ 1 യോഹന്നാൻ 1:6-10 വരെ. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇവിടെ എല്ലാ സൈഡും നമുക്ക് കാണാം. Now, 6ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇഫ് വി സേ ദാറ്റ് വി ഹാവ് ഫെലോഷിപ്പ്, അവനായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, എന്നിട്ടും നമ്മൾ ഇരുട്ടിൽ നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭോഷ്ക് പ്രവർത്തിക്കുക, നമ്മൾ ജഡത്തിലുള്ള സ്വഭാവത്തിൽ നടക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ ലോകത്തിന്റെ പ്രതാപവും കൺമോഹം, അങ്ങനെ പല കാര്യത്തിൽ നമ്മൾ നടക്കുക, വ്യഭിചാരം, അങ്ങനെ പല ഡാർക്ക്നെസ്സിൽ കള്ളുകുടിക്കുന്നതും കള്ളം പറയുന്നതും ഭോഷ്ക് പറയുന്നതും പല കാര്യത്തിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, ദ ട്രൂത്ത് ഇസ് നോട്ട് ഇൻ അസ്. അവന്റെ സത്യം നമ്മളുടെ ഉള്ളിൽ ഇല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ അവന്റെ സത്യം നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവനായിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ഒരു ബന്ധം വച്ച് അത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. നമ്മൾ പല രീതിയിലും പറയുന്നുണ്ടല്ലോ, പല സ്പിരിച്വൽ പ്രൈഡ് നമ്മളെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ പറയുന്നു പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നയിക്കുവാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഏത് കോണിയിലോ, വീട്ടിലായാലോ ഓഫീസിലായാലോ ചർച്ചിലായാലോ ഏത്
പാർട്ടില് പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടണം. എന്നാലേ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് ദൈവം ആത്മാവാ നമ്മളെ നയിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വേർഡ്സ് 7 നമ്മൾ വായിക്കുമ്പോൾ ഇത് ഒരു സൈഡ്. അടുത്ത സൈഡ്, ഇഫ് വി വാക്ക് ഇൻ ദ ലൈറ്റ്, നമ്മൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ, ആസ് ഹീ ഈസ് ഇൻ ദ ലൈറ്റ്, ഇത് കർത്താവ് ലൈറ്റിന്റെ പോലെ, കർത്താവ് ലൈറ്റിൽ നടക്കുന്ന പോലെ, വി ഹാവ് ഫെലോഷിപ്പ് വൺ വിത്ത് അനദർ. നമ്മളുടെ കൂട്ടായ്മ, നമ്മളുടെ കൂടെ ഉള്ള സഹോദരന്മാർ, അല്ലെങ്കിൽ നമ്മള് മറ്റവരുടെ കൂടെയും നമ്മള് കർത്താവിന്റെ കൂടെയും നമുക്ക് ഒരു ഫെലോഷിപ്പ് ഉണ്ടാവും. നമുക്ക് ആ ഒരു ഫെലോഷിപ്പ്, ദൈവം നമ്മളുടെ ഒത്തൊരുമിച്ചുള്ള ഫെലോഷിപ്പ്, അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ കർത്താവ്, അതായത് കർത്താവിന്റെ കൂടെ നമ്മൾ ആ ഫെലോഷിപ്പ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫെലോഷിപ്പ്, തമ്മിലുള്ള ഫെലോഷിപ്പ് കറക്റ്റ് ആവും. തമ്മിലുള്ള ഫെലോഷിപ്പ് കറക്റ്റ് ആയാൽ, കൂട്ടായ്മ കറക്റ്റ് ആയി കഴിഞ്ഞാൽ, അടുത്തെന്താ പറയുന്നത്, the രക്തം, the blood of Jesus Christ, his son, cleanseth us from all sin. Sins അല്ല, സിംഗുലറാ, സിന്ന. രക്ഷിക്കപ്പെട്ട ഒരാള് സിംഗുലർ ആയിട്ടാ സിന്നിനെ കൺസിഡർ ചെയ്യുന്നത്. മറ്റത് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ പറയുന്നത് സിൻസ് എന്നാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പഴയ ബൈബിൾ ക്ലാസ്സിലെല്ലാം നമ്മളത് പഠിച്ചിട്ടുള്ള, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സിൻസ് എന്നാ ബൈബിൾ പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരാള് പാപം ചെയ്യുമ്പോൾ സിൻ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹി ക്ലെൻസeth us from all sin. The blood of Jesus Christ, his son, cleanseth us. അതായത് നമ്മള് ഒരു ഫെലോഷിപ്പ്, തമ്മിലൊരു ഫെലോഷിപ്പും കർത്താവിന്റെ കൂടെ ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ ആ ബ്ലഡ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ബ്ലഡ് വച്ചാണല്ലോ നമ്മൾക്ക് കൂടുതൽ കുടിക്കാനാണല്ലോ പറഞ്ഞിട്ട്, കൂടുതൽ നമ്മൾ അത് ഹൃദയത്തിൽ ഗ്രഹിക്കാനാണല്ലോ പറഞ്ഞു. അത് വെച്ച് നമ്മളെ ക്ലെൻസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ദൈവം മാറ്റും, അല്ലെ? ഇനി ഈ ഫെലോഷിപ്പ് എന്താ? ആക്ച്വലി ഈ ഫെലോഷിപ്പ് എന്താ? നമ്മൾ കൂടി വരുന്ന ബൈബിൾ ക്ലാസ് ആണോ, കൂടി വരുന്ന പ്രെയർ മീറ്റിംഗ്സ് ആണോ? നമ്മൾ ഈ ഫെലോഷിപ്പ് എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാല്, ഹൃദയ ബന്ധം എന്ന് പറഞ്ഞാല്, എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ഇരിക്കുന്ന ആത്മാവ് എന്നെ എന്താ പഠിപ്പിക്കുന്നത് അത് ഞാൻ പകർന്നു തരുക എൻ്റെ സഹോദരന് അല്ലെങ്കിൽ എൻ്റെ സഹോദരി. അവിടെ ആ കർത്താവായിട്ടുള്ള ഹൃദയത്തിന്റെ ബന്ധം അത് എന്നെ പഠിപ്പിക്കുക, എന്നെ എൻകറേജ് ചെയ്യുക, തമ്മിൽ എൻകറേജ് ചെയ്യുക, ഹൃദയത്തിലുള്ള ബന്ധം. അങ്ങനെ ബന്ധം വരുമ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം യൂസ് ചെയ്ത്, അതായത് ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ആ സ്പിരിറ്റില് ലൈഫ് ആക്കിയത്, ലിവിങ് ആക്കിയത്, അവിടെ നമുക്ക് ആത്മാവുമായിട്ടുള്ള ബന്ധം വരും. അങ്ങനെ നമ്മളുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത് 2 പേരാവാം, 3 പേരാവാം, 4 പേരാവാം, ഈവൻ സഭയാവാം. പക്ഷെ ഓരോ ഇൻഡിവിജ്വല് അവന്റെ ആ കർത്താവായിട്ടുള്ള ഹൃദയബന്ധം അത് സ്ട്രോങ് ആക്കി നിർത്തണം. എന്നാലേ ആ ഫെലോഷിപ്പ് കറക്റ്റ് ആവത്തുള്ളൂ. എന്നാലേ ആ പേർജിങ് ഓഫ് ദ സിൻ നടക്കത്തുള്ളൂ. ക്ലെൻസിങ് ഓഫ് ദ സിൻ നടക്കത്തുള്ളൂ. ദെൻ പിന്നെ 8ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇഫ് വി സേ ദാറ്റ് വി ഡോണ്ട് ഹാവ് സിൻ, നമ്മൾ പറയുക നമുക്ക് പാപമൊന്നും ഇല്ല, പാപം ചെയ്തിട്ട് നമ്മൾ പാപമൊന്നുമില്ല, then we are lying. നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്തിട്ട് നമ്മള് പാപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കിയാൽ, പല കള്ളു കുടിക്കുന്നവർ അതാണല്ലോ പറയുന്നത്, ഇത് സാരമില്ല, അല്പം കുറച്ച് അടിക്കാം, അല്ലെങ്കിൽ ഇത് സാരമില്ല, കർത്താവ് തന്നെ വെള്ളം വീഞ്ഞാക്കി. അപ്പൊ ഇങ്ങനെ കുറെ ജസ്റ്റിഫിക്കേഷൻ അവര് വേർഡ്സിൽ തന്നെ വരുത്തുന്നുണ്ട്. എന്നിട്ട് ഇത് ചെയ്തിട്ട് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും ബൈബിൾ പറയുന്നത് എന്താ? കള്ളുടിച്ച് ആ ഡ്രങ്കൻ ആവല്ല, അവന് സ്വർഗരാജ്യം അവകാശം ഇല്ല.
അതാ കറക്റ്റ് വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് സ്വർഗരാജ്യം ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ ആ ഗലേഷ്യൻസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു നോക്കണം. ആക്ച്വലി സ്വർഗരാജ്യം ആരെങ്കിലും പ്രൊസസ് ചെയ്തില്ല നമ്മുടെ. അതെല്ലാം നമ്മൾ കൺഫസ് ചെയ്ത് നമ്മള് കർത്താവിന്റെ മുമ്പേ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളുടെ അടുത്ത് ഹൃദയത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ ഒരു പ്രോബ്ലം ഇല്ല. ഇഫ് യു കൺഫസ് അവർ സിൻ, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. അതിന് ഒരു മാറ്റവും ഇല്ല. അവൻ ഒരിക്കലും നമ്മളുടെ പാപം പിന്നെ ഓർക്കത്തില്ല. കോൺസിക്വൻസ് ഓഫ് ദ സിൻ ഉണ്ടാവും, പക്ഷെ അവൻ നമ്മളെ പാപം ഈവൻ ഇൻ ദ ജഡ്ജ്മെന്റ് സീറ്റിൽ ഇന്ന പാപം നീ ചെയ്തു, പക്ഷെ അതിന് ഒരു കണക്ക് ചോദിക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ബീങ് ക്ലോസ്ഡ് ദെയർ. പക്ഷെ ഈ പാപം ചെയ്തിട്ട് ഇത് കൺഫസ് ചെയ്യാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചോദിക്കും. അവിടെ ജഡ്ജ്മെന്റ് സീറ്റിൽ ഒരു ഉത്തരം കൊടുക്കണം. അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്യുന്ന പാപം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്ന രീതി അതും പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മളുടെ വചനത്തിൽ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നമുക്ക് എടുത്തു കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒബേ ചെയ്യുക, ഹൃദയം കൊണ്ട് ഒബേ ചെയ്യുക. ചിലവർ പറയും അഡിക്ഷൻ ഭയങ്കര പാടാ മാറ്റാൻ. പക്ഷേ നമ്മൾ ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ, ഹൃദയ ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഈ ലോകത്തിലെ മോഹം എന്താണെന്നാണ് നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുന്നത്. അതെല്ലാം വിട്ടുകളയും നമ്മൾ ഷുവറായിട്ട് 100%. ബിക്കോസ് നമുക്ക് ആത്മാവിൽ കിട്ടുന്ന സന്തോഷം വേറെ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഹൃദയബന്ധം വൺസ് ആ ഹൃദയബന്ധം വന്നു കഴിഞ്ഞാൽ നോ, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കൊടുത്ത് ഒരു കാര്യവും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സുഖവും സൗകര്യം എല്ലാം കർത്താവ് നോക്കിക്കോളും. ആ ഒരു രീതിയിൽ വരും. ട്രൂലി കർത്താവ് നോക്കും, നമ്മളെ കർത്താവ് നയിക്കും. അത് സത്യമാ, ദൈവത്തിന്റെ വചനം അതാ പറയുന്നത്. പക്ഷെ സത്യത്തിൽ നടക്കേണ്ട കാര്യം നമ്മൾ നോക്കണം. വി ഷുഡ് ബി കെയർഫുൾ. അത് നമ്മൾ നടക്കണം. Then if we have fellowship with one another, നമുക്ക് ഒരു വാക്കോട് വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. Psalms 46. Verse 4 and 5. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. Okay, there is a river, the streams whereof shall make glad the city of God, and the holy place of the tabernacles of the Most High. God is in the midst of her, she shall not be moved. ഈ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ, ഇറ്റ് ഇസ് നോട്ട് സംതിങ് ആ ഫിസിക്കൽ. സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ജനം കൂടി വരുന്ന ഒരു സ്ഥലമാണ്, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ. ഇത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കൗണ്ടർ വേർഡ്സ് എന്ന് പറയുമ്പോൾ, സാറിന്റെ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഐസിയ 60:14 ഒന്ന് വായിച്ചാൽ മതി. അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഇസ്രായേലിന്റെ ഫ്യൂച്ചറിനെ പറ്റി അത് പറയുന്നത്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ സിറ്റി ഓഫ് ഗോഡ് എന്താ ആക്ച്വലി, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട്. വേർഡ്സ് 14. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെ നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. നിന്നെ, അതായത് ഇസ്രായേലിനെ വിളിക്കുന്നത്, പക്ഷെ ആ സെറ്റ് ഓഫ് ജനം വിളിക്കുന്നത് സിറ്റി ഓഫ് ദ ലോർഡ്. അതൊരു ഫെലോഷിപ്പാ, കൂട്ടായ്മയാ, ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പൊ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് സിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ആ ഫെലോഷിപ്പില്
നമ്മളുടെ ഹൃദയബന്ധത്തില് നേരത്തെ യോഹന്നാൻ എഴുതിയ ആ ലേഖനത്തിൽ വായിച്ച പോലെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഹൃദയബന്ധത്തിലും ആത്മാവിന്റെ ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അല്ലെങ്കിൽ നിൽക്കുക. അങ്ങനെ ആണെങ്കിൽ ദൈവം തന്നെ ആ സിറ്റിയിൽ വന്ന് വസിക്കും. ദൈവം തന്നെ നമ്മളുടെ ഇടയിൽ വന്ന് വസിക്കും. എന്നിട്ട് എന്താ? ഗോഡ് ഈസ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഹർ ആൻഡ് ഷീ. അത് ഞാൻ വായിക്കുന്നത് സാംസ് 46:5, 46:5. ഗോഡ് ഈസ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഹർ. ദൈവം തന്നെ അതിന്റെ നടുവിൽ വന്ന് വസിക്കും. ഷീ ഷാൽ നോട്ട് ബി മൂവ്ഡ്. ദ ചർച്ച് ഷാൽ നോട്ട് ബി മൂവ്ഡ്. ആ കൂട്ടായ്മയെ നയിക്കുന്ന ആ വ്യക്തികള് ഒരിക്കലും മൂവ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ മാറത്തില്ല, അനക്കാൻ പറ്റത്തില്ല. ഏത് ഫോഴ്സ് വന്നാലും അതിനെ അനക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ ചർച്ചിനെ അനക്കാൻ പറ്റിയോ? ഇല്ല. എത്രയോ സാത്താൻ അവിടെ എത്രമാത്രം പ്രവർത്തിച്ചു, പക്ഷെ അവർക്ക് അനങ്ങാൻ പറ്റിയോ? അവരെ അനയ്ക്കോ ആരെങ്കിലും? സാത്താൻ അനയ്ക്കോ? ഇല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ജനം ആയി തീരും. അത്രയും പവർഫുൾ ആയിട്ടുള്ള കൂട്ടായ്മ ആവും. ഇഫ് ഗോഡ് ഇസ് ഇൻ അവർ മിസ്റ്റ്, then we cannot be moved. ഇതാ കൂട്ടായ്മയുടെ ശക്തി. പിന്നെ ഈ കൂട്ടായ്മ എന്തിനാ വേണ്ടി? നമ്മളെ പാപത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ ശ്രദ്ധിക്കുക. 1 to 1 or 2 or 3 or 4 പേരോ 5 പേരോ whoever, sisters gathering together, brothers gathering together in the name of Lord Jesus Christ. ഒരു അംബിഷൻ, കർത്താവിനെ മഹത്വപ്പെടുത്തണം, പാപത്തിന് വിട്ടുമാറണം, കർത്താവിന്റെ ഹിതം അറിയണം, കർത്താവിന്റെ വഴിയിൽ നടക്കണം. ഈ കാര്യങ്ങള് വച്ച് നമ്മൾ ധ്യാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും പാപം നമ്മളുടെ ഹൃദയത്തിൽ വരുത്തില്ല. ബിക്കോസ് ദൈവം നമ്മളുടെ മിസ്റ്റിലുണ്ട്. ദൈവം അഥവാ എന്തെങ്കിലും വരുവാണെങ്കിൽ ദൈവം അത് പോപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഹൃദയത്തിൽ അത് കൺഫസ് ചെയ്ത് പോകും. മാർക്ക് ദ ഡിഫറൻസ്. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതാ കൂട്ടായ്മയുടെ ശക്തി. ആ കൂട്ടായ്മ കൂടെ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു പാപം നമ്മളെ ഇന്റർഫിയർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്നോ അകത്തുനിന്നോ ഒരു പാപം വരത്തില്ല. പിന്നെ ഇത് 100% ഒരാൾ പാപമുക്തം ആക്കത്തില്ല. 99.9%, because we are living in this flesh. പക്ഷേ we should move to sanctification. നമ്മൾ സാങ്ക്ടിഫിക്കേഷനിലോട്ട്, വിശുദ്ധീകരണത്തിലോട്ട് നയിക്കപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യും. അതായത് നമ്മൾ സാങ്ക്ടിഫിക്കേഷനിലോട്ട് നയിച്ചില്ലെങ്കിൽ നമ്മളെ സോളാ പിന്നെ നമ്മളെ നയിക്കുന്നത്. നമ്മളെ ദേഹി നയിച്ചാല് എന്തൊക്കെ പറ്റുന്നു? ദേഹിയിലുള്ള ഫീലിങ്സിൽ കൂടെ നമ്മൾ പല രീതിയിൽ പ്രവർത്തിക്കും. പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പാപമായിട്ട് തോന്നത്തില്ല, പക്ഷെ later on it will lead to willful sin ആയിട്ട് ലീഡ് ചെയ്യും. സ്പിരിച്വൽ പ്രൈഡ് അത് willful sin ആയിട്ട് ലീഡ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ദൈവപുത്രനെ ചവിട്ടി കളയും. സെക്കൻഡ് വൺ, അവന്റെ ആ നിഷ്കളങ്കമായ രക്തം മലിനമായി കൺസിഡർ ചെയ്യും. തേർഡ് പോയിന്റ്, അവന്റെ കൃപയുടെ ആത്മാവ് നമ്മൾ നിന്ദിക്കുക. ഈ 3 കാര്യങ്ങള് ഒരു മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പാപം ചെയ്യുന്ന വ്യക്തിയിൽ ഉണ്ടാവും. അതുകൊണ്ട് ദൈവത്തിന് റെസ്പെക്ട് ചെയ്യാൻ കൊടുക്കുന്ന റെസ്പെക്ട് ചെയ്യുക. നമുക്ക് ദൈവത്തിനെ സ്നേഹിക്കാം. നമുക്ക് ദൈവത്തിനെ മാത്രം, കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമുക്ക് ഹൃദയത്തിൽ സന്തോഷം തരുന്നത്. നമ്മൾ പാപത്തിൽ നിന്ന് വിട്ടുമാറുക, കർത്താവിൻ്റെ അടുത്ത് സംസാരിക്കും. കർത്താവെ, എന്നെ ഈ പാപത്തിൽ നിന്ന് മാറ്റുക. ആ കൃപയുടെ സിംഹാസനത്തിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. നമുക്ക് എന്താ കുഴപ്പം? നിൽക്കുക, കരയുക. there is no problem. എവർ ലിസ്ണിംഗ് ഗോഡാ, ഫെയ്ത്ത്ഫുൾ ഗോഡാ. അതുകൊണ്ട് ഈ വചനത്താൽ നമ്മളെല്ലാരെയും ദൈവം നയിക്കട്ടെ. ദൈവത്തിന് എല്ലാ മഹത്വം.